സംസ്ഥാനത്ത് സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെ അതിക്രമങ്ങൾ വർദ്ധിച്ചു പ്രതിപക്ഷം നിയമസഭയിൽ. സ്ത്രീകൾക്കെതിരായ അതിക്രമം എണ്ണിപ്പറഞ്ഞു കെ രമ. 2022 18,943 കേസുകളായിരുന്നെങ്കിൽ 23 ആവുമ്പോഴത്തേക്ക് 18,950 കേസുകളായിട്ട് സ്ത്രീകൾക്കു നേരെ മാത്രം വരുന്ന അതിക്രമങ്ങൾ വർദ്ധിച്ചിരിക്കുകയാണ് സാർ. ഇരയ്ക്കൊപ്പം എന്ന് പറഞ്ഞ് സർക്കാർ വേട്ടക്കാർക്കൊപ്പം നിൽക്കുന്നു എന്ന വിമർശനം. അതിക്രമങ്ങളിൽ മുഖം നോക്കാതെ നടപടിയെന്ന് മന്ത്രി വീണ ജോർജ്. ബ്രിജ്ഭൂഷണെതിരെ കേന്ദ്രമെടുത്ത നിലപാടല്ല KCAയുടെ കോച്ചിനെതിരെ സർക്കാർ സ്വീകരിച്ചത്. ആരാണെങ്കിലും മുഖം നോക്കാതെ നടപടിയെടുക്കാനുള്ള ആർജവം ഉണ്ടാകണം എന്നുള്ളതാണ്. സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും സർക്കാർ തയ്യാറല്ല. പ്രതികൾക്കെതിരെ രാഷ്ട്രീയം നോക്കാതെ നടപടിയെടുക്കണമെന്ന് പ്രതിപക്ഷ നേതാവ്. അടിയന്തര പ്രമേയത്തിന് അനുമതിയില്ല. പ്രതിപക്ഷം സഭ വിട്ടിറങ്ങി. നാറ്റോ ഉച്ചകോടിക്ക് വാഷിംഗ്ടണിൽ തുടക്കം. യുക്രൈൻ സ്വതന്ത്ര രാഷ്ട്രമാകുന്നതോടെ യുദ്ധം അവസാനിക്കുമെന്ന് ജോ ബൈഡൻ. യുക്രൈന് കൂടുതൽ പിന്തുണ ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ട് അമേരിക്ക. കൊച്ചി കുണ്ടന്നൂരിൽ സ്കൂൾ ബസ്സിന് തീപിടിച്ചത് തേവര SH സ്കൂളിലെ ബസ്സിന്. കുട്ടികളെ ഇറക്കിയതിനാൽ ഒഴിവായത് വൻ ദുരന്തം. മലയാറ്റൂരിൽ കിണറ്റിൽ വീണ കുട്ടിയാനയെ രക്ഷപ്പെടുത്തിയ അമ്മയാന. ദൃശ്യങ്ങൾ കേരള വിഷൻ ന്യൂസിന്. കാട്ടാന ശല്യത്തിൽ പ്രതിഷേധവുമായി നാട്ടുകാർ. ഒരു കാര്യത്തിൽ തീരുമാനം ഇവരുടെ മുമ്പിലില്ല. കോളറ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയ ആരോഗ്യവകുപ്പ്. രോഗലക്ഷണങ്ങൾ കണ്ടാൽ ചികിത്സ തേടണമെന്ന് മുന്നറിയിപ്പ്. നെയ്യാറ്റിൻകരയിലെ 4 പേരുടെ പരിശോധനാ ഫലം ഇന്ന്. കോപ്പ അമേരിക്ക ഫുട്ബോളിൽ കാനഡയെ തകർത്ത് അർജന്റീന ഫൈനലിൽ. ജയം എതിരില്ലാത്ത 2 ഗോളിന്. യൂറോ കപ്പിൽ ഫ്രാൻസിനെ 1-നെതിരെ 2 ഗോളുകൾക്ക് കീഴടക്കി സ്പെയിൻ ഫൈനലിൽ. യൂറോ കപ്പ് ചരിത്രത്തിൽ ഗോൾ നേടുന്ന പ്രായം കുറഞ്ഞ താരമായി ലാമിൻ യമാൽ. സംസ്ഥാനത്ത് സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെ അതിക്രമങ്ങൾ വർദ്ധിച്ചെന്ന് പ്രതിപക്ഷം നിയമസഭയിൽ. ഇരയ്ക്കൊപ്പം എന്ന് പറഞ്ഞ് സർക്കാർ വേട്ടക്കാർക്കൊപ്പമാണ് നിലകൊള്ളുന്നത്.